ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിന്റെ പകലിൽ ദൈവത്തെ ആരാധിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഒരുക്കിയ നല്ല സാവകാശത്തെ കൊണ്ട് സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്റെ സ്നേഹവന്ദനത്തെയും അറിയിക്കട്ടെ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മാതൃശരീരങ്ങളെയും ജീവിപ്പിക്കും. ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ്, ഞാൻ ഈ ലോകത്തിൽ ജീവിച്ച് നശിക്കുന്ന ലോകമല്ല, ഞാൻ ജീവിച്ച് തേജസ്കരിക്കപ്പെടാനായി മാറും. ഇന്ന് പകൽ എന്തിനാ ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ ഓടിയെത്തിയെന്ന് ചോദിച്ചാൽ ഒറ്റ പ്രത്യാശയുള്ളൂ: അടുത്തൊരു നാളിൽ കർത്താവ് വരും. ആ സമയമെടുക്കുമ്പോ ഞാൻ അവരോട് ഇരിക്കും. കാരണം എന്താണ്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ച ആത്മാവ് എന്റെ മേൽ വന്നത് എന്നെ നിത്യമെന്ന വെളിപ്പാടിലേക്ക് ഉയർത്തുവാനാണ്. എന്തിനാണ് ഒരു ക്രിസ്ത്യാനിയായതെന്ന് സ്വന്തം ചോദിച്ചാൽ ചില പറയും, അത് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുകൊണ്ട്. അങ്ങനെയല്ല, ഞാൻ പറയും യേശുവിനെ മരിച്ചിട്ട് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമുക്ക് ഇരിക്കാം. റോമർ 4:17 പറയുന്നു, യേശു ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം എന്ന് ചോദിച്ചാൽ നമുക്കൊരു നല്ല മറുപടി ഉണ്ട്. റോമർ 4:17 മരിച്ചവരെ ജീവിപ്പിക്കുകയും. നമ്മൾ ചില കഷ്ടങ്ങൾ അകത്ത് കയറി പോകുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ എനിക്ക് ഈ കഷ്ടം വന്നത്? യേശു ആരാണ്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടതായിരുന്നു. ഇതിന് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്: ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. 2 കൊരിന്ത്യർ 4:11 അല്ലേ? ഒന്ന് വായിച്ചോ വേഗത്തിൽ. 2 കൊരിന്ത്യർ 4:11 ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം. ചില ചോദിക്കും, ഞങ്ങൾ യേശുവിനെ ആരാധിക്കാൻ പിന്നെ കഷ്ടമൊന്നും വരാൻ പാടില്ല. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ കേൾക്കണം. യേശുവിനെ ആരാധിക്കുന്നവർക്കാണ് പരീക്ഷയും പരിശോധനയും വെല്ലുവിളിയൊക്കെ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സന്തോഷം പ്രാപിക്കാൻ ലോകം. യെസ്, എത്ര പ്രതികൂലമായിരുന്നാലും ശരി, തിരമാല എത്ര അലടിച്ചാലും ശരി, സന്തോഷവും സമാധാനവും സ്വസ്ഥവും നഷ്ടപ്പെടുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ സമുദ്രത്തിൽ പോയിട്ട് തിരമാല ഇല്ലാതിരുന്ന് കണ്ടെങ്കിൽ ഇതുപോലെയാണ് ക്രിസ്ത്യൻ ജീവിതം. ക്രിസ്ത്യൻ ജീവിതത്തിൽ തിരമാലയാകുന്ന പ്രശ്നങ്ങളെ ഒന്നല്ലെങ്കിൽ മറ്റൊരു. പക്ഷേ ഇതൊന്നും ജയിക്കത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പച്ചസാര മണൽ കൊണ്ട് സമുദ്രത്തിന് അതി വെച്ചിട്ട് പറഞ്ഞു, ഇതുവരെ കടക്കാം, ഈ കടക്കരുത്. ദൈവമക്കളെ നോക്കിയിട്ട് പറഞ്ഞു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്ന തെളിഞ്ഞ ശേഷം വാഗ്ദത്തം ചെയ്ത ജീവകിരണം പ്രാപിക്കും. അതായത് എന്തിനാണ് ഈ പരീക്ഷകൾ? ഒരു ജീവകിരണം തരാൻ വേണ്ടിയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം വായിച്ച് യേശുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തല ദ്വീപിൽ കൂടി കിടക്കുമ്പോ കൊടുത്ത ദർശനത്തിന്റെ ഭാഗമാണ് വിവരിക്കുകയാണ്. വായിക്കാമോ? വെളിപ്പാട് 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ മക്കളുണ്ട്. ഒരുവൻ പാതാളത്തിന്റെ അധികാരത്തിലേക്ക് ഇറങ്ങി താക്കോലുമായി ചെന്നിട്ട് പറയുകയാണ്, നോക്ക്, ഇനി ഒരു മരണമില്ല മക്കളെ. ഇതാണ് ദൈവമക്കൾ കൂട്ടമായി യേശുവിനെ ആരാധിക്കാൻ കാരണം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തട്ടിക്കൊണ്ടുപോയ, മരണത്തിന് കാരണമായി ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നത് പറയല്ല, പിന്നെയോ ജീവിക്കുവാൻ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ താക്കോലിനെ കർത്താവ് തിരികെ പിടിക്കുകയായിരുന്നു തന്റെ മരണത്താൽ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചിട്ട് നാം മരിക്കാതിരിക്കുവാൻ നമുക്കൊരു വാതിൽ തുറന്നു. അതുകൊണ്ട് അവനോ, നീ അടച്ചാൽ ആരും തുറക്കത്തില്ല, നീ തുറന്നാൽ ആരും അടക്കത്തില്ല. ദാവീദിന്റെ വേരായവൻ, ദാവീദിന്റെ കൊമ്പായവൻ ഇന്ന് പകൽ അവന്റെ സ്ഥാനത്തിൽ ഇതിനകത്ത് ഇറങ്ങി വരും, നിങ്ങളെ പിടിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്നിനും
ഒന്നിനും ഒരു ഇരുട്ടിന്റെ അധികാരങ്ങൾക്കും ഒരു കാന്തത്തിക്കും പൊങ്ങാൻ പറ്റുന്നില്ല. ഇരുട്ടിന്റെ അധികാരങ്ങളെ പൊട്ടിച്ചെറിയുന്ന അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങി പിടിക്കും. കെട്ടുകൾ പൊട്ടുവാൻ തുടങ്ങും, തുകങ്ങൾ അഴിയുവാൻ തുടങ്ങും, അന്ധകാര വ്യാപാരങ്ങൾ പൊട്ടിവാൻ തുടങ്ങും, ആയിരത്തിൽ നുഴയുവാൻ തുടങ്ങും, വെല്ലുവിളികൾ തകരുവാൻ തുടങ്ങും. കാരണമെന്ത്? അത് ആത്മാവിനെ ആക്കിയാൽ അവിടെ എവിടെയൊക്കെ വ്യാപരിക്കുമോ അവിടെ എല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ ദൈവമൈതലിന്റെ മാനവാസ ബന്ധനങ്ങളെ അഴിച്ചെടുക്കുന്ന പകലിൽ തുകത്തെ താഴ്ന്ന പുറത്തെടുക്കുന്നത് നീ അനുഭവിക്കാൻ പോവുകയാണ്. അതാണ് യേശുവിനെ ആരാധിക്കാൻ പോകുന്നത്. ഓ രാധാമാനശേ, ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ഈ ആലയത്തിനകത്തോടെ പിടിക്കട്ടെ. ജീസസ് ചില ജീവിതങ്ങളിലൊക്കെ പുറത്തെടുക്കുകയാണ്. ദുരിതങ്ങൾ മാറി വരുവാൻ, കഷ്ടതകൾ നീങ്ങുവാൻ, ശോധനകൾ മാറുവാൻ, വേദനകൾ നീങ്ങിപ്പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. കാരണം നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ലേ. നമ്മുടെ ദൈവത്തിന്റെ ജീവിതം ഇങ്ങനെയായി പോയി. സ്വർഗമാരുടെ ഈ തിരമാലകളെല്ലാം നിനക്ക് ജയിക്കുവാൻ കഴിയും. ഈ പ്രശ്നങ്ങളെല്ലാം നിനക്ക് ജയിക്കുവാൻ കഴിയും. ഈ കൂരിന്റെ ആധിപത്യങ്ങൾ നിനക്ക് നിലനിർത്തുവാൻ കഴിയും. സമുദ്രത്തിന് നീർച്ചുഴിയിൽ പെട്ടുപോയി പറയും, എന്റെ ജീവിതം അവസാനിച്ചു, അവന്റെ കൈകളും കാലുകളും കുഴഞ്ഞു പോയി. ഇതുപോലെ ചില കുടുംബങ്ങൾ വല്ലാണ്ട് കുഴഞ്ഞിരിക്കുന്ന ആത്മാവ് കാണുകയാണ്. പക്ഷെ ഒരു കരമണ്ണ വെള്ളത്തിൽ നിന്ന് അവനെ പൊക്കിയെടുത്തത് പോലെ, അല്പം കൂടി പറഞ്ഞാൽ 10 ദിവസം വെള്ളത്തിൽ താഴെ പോകുമ്പോൾ അവനെ പൊക്കിയെടുത്തത് പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളെ പൊക്കിയെടുക്കാൻ പോവുകയാണ്. വിടുതൽ പ്രാപിച്ചോ. ചില മുഖത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ്, ചില ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ്, ചില ആധിപത്യങ്ങളെ ഉടച്ചെറിഞ്ഞിട്ടോ, തേടുകളെ, പാമ്പുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം ഒരുവരുണ്ടല്ലോ. നിന്റെ കരം പിടിച്ചതിനോട് പറയാണ്, നീ ഇന്നലകളിൽ പരാജയപ്പെട്ടായിരിക്കാം, പക്ഷെ നിനക്ക് ജയത്തിന്റെ സമയമായി. ഇന്നലെ ഒതുങ്ങി വെച്ചേക്കാം, ഇല്ല മറന്നേക്ക് പുറത്തോടുക്കാൻ സമയമായി. ഇന്നലെ മാറ്റി നിർത്തിയേക്കാം, അവിടെ അവരൊന്ന് കാണാൻ സമയമായി. ഇന്നലെ അകറ്റി തന്നേക്കാം, നിന്നെ ചേർത്തുകൊള്ളാൻ സമയമായി. നിന്റെ ഉയർച്ചയുടെ സമയമായി. നീ ഒരു അനുഗ്രഹം ഭാവിപ്പാൻ, നീ ഒരു അത്ഭുതം ഭാവിപ്പാൻ, നീ ഒരു ഉയർച്ച ഭാവിപ്പാൻ സമയമായി. നിന്റെ എഴുന്നേൽപ്പിൻ കാലമത്രേ. ഹല്ലേലൂയ. സുഗന്ധം പരത്തേണ്ട കാലമത്രേ. ഒരു കൊഴുന്ത് സുഗന്ധം പരത്തുന്ന പോലെ നിന്റെ ജീവിതം സന്തോഷത്തിന്റെ നാളിലേക്ക് പോവുകയാണ്. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നീണ്ട വർഷങ്ങൾ നിന്റെ ജീവിതത്തിൽ വേദനകളായിരിക്കുകയാണ്. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നീണ്ട വർഷങ്ങളായി നീ വേദനയുടെ കടവയി കാണാം. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നീണ്ട വർഷങ്ങളായി ബന്ധങ്ങളിനെ അകറ്റി കളയുകയാണ്. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നീണ്ട വർഷങ്ങൾ നീ വ്യാകുലപ്പെട്ട, നിരാശ പിടിച്ച വർഷങ്ങളെ കാണുവാൻ കഴിയും. നീ പറയും ഇത് നഷ്ടത്തിന്റെ നാളുകൾ. എന്നാൽ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നിന്റെ ജീവിതം അനുഗ്രഹമാകാൻ പോവുകയാണ്. നിന്റെ ജീവിതം അത്ഭുതമാകാൻ പോവുകയാണ്. നിന്റെ കുടുംബം അതിശയമാകാൻ പോവുകയാണ്. നിന്റെ ജീവിതം ആനന്ദപരമായി മാറുവാൻ പോവുകയാണ്. കാരണം എന്താ? യേശു ആദ്യം കടക്കാറല്ല. ഏത് ഭാരവും മാറ്റുക, ഏത് പ്രതികൂല കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും ഭേദിച്ചുകൊണ്ട് ജീവിതമാകുന്ന പടകിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന യേശു ഒന്നും അസാധ്യമല്ല. ആയതുകൊണ്ട് നിങ്ങൾ കരയേണ്ട കാര്യമില്ല. ഇന്നലകളെ ഓർത്ത് നിരാശപ്പെടേണ്ട കാര്യമല്ല. ഇന്നലകളെ ഓർത്ത് നിരാശപ്പെടുന്നതോടും നിങ്ങളുടെ ജീവിതം വ്യാകുല ചിന്തയാൽ, ആകുല ഭാരങ്ങളാൽ, വിശ്വാസ ജീവിതവും ശരീരവും ക്ഷയിച്ച് പറന്നുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. ദൈവമേ, നീ പ്രാർത്ഥിക്കാത്തടത്തോളം ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഭാരമായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ, 31 സങ്കീർത്തനം 9-10 വാക്യം വായിച്ചോ. യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, ഹീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ ഉണർത്തട്ടെ, എണ്ണ പൂശിയവനെ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സംഗീതം 30 തുടരാം. ഇന്നലെ നീ ഓർത്ത് വ്യസനിച്ചതുകൊണ്ട് നിന്റെ കണ്ണും പ്രാണനും ഉദരവും
എന്തിനാ കഴിക്കുന്നു? ഇനി ആർക്ക് വേണ്ടി കഴിക്കാനാ? ആർക്ക് വേണ്ട മനസ്സിലാകുന്നില്ല. നിന്നെ ആർക്ക് മനസ്സിലായി? ലോകത്തിലെ മനുഷ്യർക്ക് ആർക്ക് മനസ്സിലായെങ്കിലും ഞാൻ നിന്നെ ഉള്ളതുപോലെ കണ്ടവൻ, നിന്റെ ജീവിതത്തിലെ ഉടവുകളെ, നിന്റെ ഉടൽച്ചാലുകളെ എണ്ണുന്നവൻ, ആശ്രയത്തിൽ പക്ഷിയെ പോലെ, ചിറകറ്റി പോയി പക്ഷിയെ പോലെ നിന്റെ ജീവിതം മാറിയപ്പോ മാറോട് ചേർത്തവൻ, നാടുകളെല്ലാം പരാജയം തോന്നുമ്പോഴും അതിന്റെ നടുവ് നിനക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി കാത്തവൻ, നിന്റെ തന്റെ കരങ്ങളിൽ ചേർത്ത് വച്ചവൻ പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുനീർപ്പ് കൊണ്ട്. ചിലർക്ക് ഉറക്കം വരത്തില്ല, നെടുനീർപ്പാ. ഇന്നും അത് കഴിയില്ല. ഇന്നും ചില കടന്നുപോവുകയാണ്. എന്നാ ഞാൻ പറഞ്ഞ ചിലതിനെയൊക്കെ ഇന്ന് കക്ക ഉടയ്ക്കാൻ പോകുകയാണ്, ചിലയൊക്കെ പുറത്തെടുക്കാൻ പോകുകയാണ്. ആയുസ്യാണ് ദുഃഖം കൊണ്ട് കടന്നുപോയാണ്. രാത്രിയും ദുഃഖം, പ്രഭാതമായ ദുഃഖം, പകൽ ദുഃഖം, രാത്രി. ചിലർക്ക് പറഞ്ഞാൽ പകൽ പ്രശ്നം കാണുന്നില്ല, രാത്രിയെ പ്രശ്നമുള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല, പകൽ രാത്രി പ്രശ്നമുണ്ട്. എപ്പോഴൊക്കെ ഓർക്കുമോ ഒരു നെടുവീർപ്പും നിരാശയും മാത്രം കാണാം. ഞാൻ ചുമ്മാതെ പറയുന്നതേ, ഞാൻ ആത്മാവിൽ ദർശിക്കുന്നതാണ് നിങ്ങളോട് പറയുന്നത്. ഈ അകത്തെ ശക്തിയോടെ ബലപ്പെടണം. ഈ അകത്തെ മനുഷ്യൻ ആത്മാവിൽ കയറുമ്പോ, ആത്മമനുഷ്യൻ ആത്മാവുമായി ചേരുമ്പോ ആത്മാവെല്ലാം പറഞ്ഞു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചു. മലാക്കി 2:6-7. നേരിട്ടുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ വായിൽ അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായി പരമാർത്ഥമായി നിങ്ങളുടെ ഹൃദയം ഏകാഗ്രമാക്കേണ്ടത്, നിങ്ങൾ ആത്മാവിൽ നേരിടേണ്ടത്. എന്തിനാണ്? ആത്മാവായി ദൈവം നിങ്ങളുടെ കൂടെ വരാനാണ്, കൂടെ നടക്കുവാനാണ്, നിങ്ങൾ ഇരുന്ന് അത്ഭുതം ചെയ്യാനാണ്. നിങ്ങൾ നിരാശയുടെ പോകുമ്പോൾ, നഷ്ടപ്പെടെ പോകുമ്പോൾ, കഷ്ടപ്പാട് പുറകെ പോയിട്ട് നെടുതിരിപ്പെടുമ്പോ നിരാശ നിങ്ങൾ അറിയാതെ അകത്ത് പിടിക്കും. നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല, ആത്മസാക്ഷി ആരാധിച്ച് വെളപ്പെടാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഹൃദയം മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അനേക മുറിവുകളെ കർത്താവ് കെട്ടുവാൻ പോവുകയാണ്. ചതഞ്ഞ ഓട ഒഴിക്കാത്തവൻ, പുകയുന്ന തീയെ കെടുക്കാത്തവൻ പറയുകയാണ്, ഞാൻ അവരുടെ അടിപ്പിടലുകളെ പഠിപ്പിക്കും. അവന്റെ അടിപ്പിടലുകൾ ആ സൗഖ്യം വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇന്നും പകൽ വ്യാപരിക്കാൻ പോവുകയാണ്. നാളുകളായി ഉറക്കമില്ലാത്തവർ ഈ രാത്രി സുഖമായി ഉറപ്പായിരിക്കുന്നത്. ചില പ്രശ്നങ്ങൾ കണ്ടാൽ പരിഹരിക്കപ്പെടണം. അതിന്റെ പിന്നിൽ കാരണമായിരുന്ന നൂലാമാലകളെ അവൻ അറുത്തുവിടും, അവൻ അറുത്തുവിടും, അവൻ അറുത്തുവിടും. താമ്രവാതി തകർക്കുന്നവൻ, ഈ മോളവൻ ഖണ്ഡിച്ച് കളയുന്നവൻ, നീ വെത്തപ്പാറ ഭോഗത്തിൽ ഓടിപ്പോകരുത്, ദൈവമായി കണക്കുള്ളവൻ ചിലതിനെ കാണിക്കും. ഓ ചിലതിനെ തകർത്തെറിയുമോ? ഞാൻ ആത്മാവ് ദർശിക്കുന്നുണ്ട്. വൻമലകൾ ഇടിഞ്ഞു മാറുന്നത് പോലെ ചില പ്രതികൂല ശക്തികളെ ഇന്ന് ഞാൻ പകൽക്കാലം പരിശുദ്ധാത്മാവ് തകർത്തെറിയുന്നു. അന്യഭാഷയിൽ കയറി പ്രാർത്ഥിപ്പാൻ സ്തുതിപ്പാൻ കഴിയുമെങ്കിൽ അല്പം ഒന്ന് സ്തുതിച്ചോ, അല്പം ഒന്ന് ആത്മാവിൽ കയറി ഒന്ന് ആരാധിച്ചോ. എന്തിനറിയാമോ? ചിലത് പൊട്ടി മാറുക, ചിലത് പൊട്ടി മാറുകയ. നാമത്തെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ ദൂരെ എറിഞ്ഞവരാ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നവരില്ലേ? നിന്റെ ആത്മീയ സന്തോഷം കെടുത്ത, നിന്റെ ആത്മീയ നിലവാരം കെടുത്ത, നിന്റെ ആത്മാവിൽ കയറുവാൻ കഠിനമാക്കിയ ആ പ്രതികൂല മുഖങ്ങളെ ഒന്ന് പൊട്ടിച്ചെറിയുവാൻ നിങ്ങൾ ആത്മാവിൽ കയറിക്കോ. യേശുവിന്റെ നാമത്തിൽ ഈ മുഖത്തെ തകർക്കുന്ന അഭിഷേകത്തിന് തീരാണ് എല്ലാ മുഖത്തിന്റെ അനുഗ്രഹങ്ങൾ ഇന്ന് പകലേശുവിൻ നാമത്തിൽ പൊട്ടിമാറട്ടെ. ആരാളെല്ലാം മുഖത്തിന്റെ കീഴിൽ കെട്ടപ്പെട്ടിരിക്കുന്നുവോ, കെട്ടപ്പെട്ട കല്ലിയെ അടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതുപോലെ എല്ലാ കെട്ടുകളും ഇന്നും പകലിൽ യേശുവിന്റെ രക്തത്താൽ പകരത്താൽ പൊട്ടിമാറാൻ കൽപ്പിക്കുന്നു. ഇത് നിന്റെ വിടുതലിന്റെ പകലാ. ആദ്യം വെച്ച് നിന്നെ ഒതുങ്ങിയ രേഖയിൽ, രോഗം വെച്ച് നടത്തിയ രേഖയിൽ, നിന്റെ ജീവിതത്തെ വല്ലാതെ വ്യസനത്തിലാക്കിയ രേഖയിൽ, നിന്റെ കുടുംബ ബന്ധത്തിനകത്ത് വിള്ളൽ വരുത്തി ഓ ഭാര്യ പ്രശ്നം
ദൈവരുടെ മുഖത്ത് വിളി വന്നിട്ട് എഴുന്നേൽക്കുവാൻ കഴിയാത്ത ചിലരെ കർത്താവ് അവർ പോലും അറിയാത്ത ചില കാര്യങ്ങളെ ചെയ്യുവാൻ കാരണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ അടുക്കൽ ചില വ്യക്തികളെ കൊണ്ടുവരും. നിങ്ങൾ അറിയാതെ ചിലവർക്ക് കൈമാറും. തീ പിടിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇരുന്ന് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. തീ പിടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇരുന്ന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. തീ പിടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇരുന്ന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. നിങ്ങൾ അറിയത്തിൽ എങ്ങനെ സംഭവിച്ചെന്ന് അവർ പറയും സത്യമായിരുന്നു. അവർ പറയും സത്യമായിരുന്നു. അവർ പറയും അങ്ങനെ ആയിരുന്നു. ഞാൻ ആ പ്രശ്നത്തിൽ കുരുങ്ങിയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് ബലം തരുമോ? ദൈവം നിങ്ങളെ ഉപയോഗിച്ചതറിയുക. ആ വിധത്തിൽ ആത്മാവായ ദൈവം ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി ചിലരെ ചെയ്തെടുക്കുന്ന ദൈവമായിരുന്നു.
പാത എന്റെ അനുഗ്രഹം ദൈവവചനം എന്റെ പ്രത്യാശ ദൈവവചനം എന്റെ പ്രത്യാശ പഴി ദുഷികൾ ചൊല്ലി കേൾക്കുമ്പോൾ പാപമിടറും എന്നു തോന്നുമ്പോൾ പാതയാകെ ഇരുളാകുമ്പോൾ പായൽ നിൻ വചനം എന്റെ ആശ്വാസം പായൽ നിൻ വചനം എന്റെ ആശ്വാസം ദൈവമേ എന്റെ ആഹാരം ദൈവസേവാ എന്റെ ജീവിതം ദൈവകാലം എന്റെ അനുഗ്രഹം ദൈവവചനം എന്റെ ആശ്വാസം ദൈവവചനം എന്റെ പ്രത്യാശ. ദൈവമേ, നമ്മുടെ ജീവിതത്തെ തളർത്തുവാൻ ഒതുക്കുവാൻ ഈ ലോകത്തിൽ പ്രഭു വെല്ലുവിളിക്കുമ്പോ ആ വേദനകളിൽ ഇറങ്ങി വരുന്ന അപ്പനെ അവനെ നമ്മളെ മാറ്റി ഒരിക്കലും കൈവിടുന്നവനല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഒരമ്മ മറന്നു പോകാം. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, യെശയ്യാ 49 15 ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കർമ്മമായിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കില്ല. ആരൊക്കെ മറക്കട്ടെ? ജന്മം തന്ന അമ്മയപ്പന്മാർ ഒരു വിഷയം മറന്നു വഹിക്കാം. പക്ഷേ അവൻ ഈ ശരീരത്തിന്റെ ഉടമസ്ഥനാണ്, ആത്മാവിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. മാംസവികാരമായിരിക്കും എല്ലാം കണ്ടവൻ, നീതിക്കുള്ള ഒന്നിലായിരിക്കും എല്ലാം എഴുതി വെച്ചവൻ. അസ്ഥികൾ ഒരുപാട് ജന്മം നൽകിയവൻ അപ്പോഴോ അമ്മയ്ക്കോ മനസ്സായിരിക്കുമ്പോ ഭയങ്കരവും അതിശയമായി എന്നെ അമ്മയുടെ ഉദരത്തിൽ വിടഞ്ഞു എന്ന് ആരിൽ പറഞ്ഞവൻ. ഓ ഹല്ലേലൂയ. നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ തിരമാല മുക്കിക്കളയത്തില്ല, ഈ പ്രശ്നം തളർത്തുകയില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നീ പുറത്തു വരും. നീ ഒരു അനുഗ്രഹമായി മാറും, നീ ഒരു അനുഗ്രഹമായി മാറും, നീ ഒരു അത്ഭുതമായി മാറും. ഓ ഹല്ലേലൂയ. നീ ഒരു മാനപാത്രമായി തീരും. കാരണം എന്റെ യേശു ഇന്നും ജീവിക്കുന്നു, എന്റെ യേശു ഇന്നും ജീവിക്കുന്നു. അവൻ മാറാത്ത ദൈവമത്രേ, അവൻ മാറ്റമില്ലാത്ത ദൈവമത്രേ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് പോകാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. എന്നെ സൗഖ്യമാക്കുവാൻ കിടക്കയെടുത്ത് നടക്കായെന്ന് എന്നോട് പറഞ്ഞ് എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട് കിടക്കയെടുത്ത് നടക്ക എന്നും നിന്നോട് പറഞ്ഞു. മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കാൻ യേശു മാറി കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിക്കുന്നത് പോലെ, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ മരിച്ചവരെ ജീവിക്കും. എത്ര വിശ്വസിക്കുക? അങ്ങനെ വരുന്നത് പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിക്കുന്നത്. ഉറക്കത്തിൽ കിടക്കുന്ന ആളെന്ത് ചെയ്യും? ഹല്ലേലൂയ. തട്ടി ഉണർത്തുന്നത് പോലെ മരിച്ചവർ എഴുന്നേറ്റ്. ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് മരിച്ചവരെ തട്ടി ഉണർത്തുന്നത് പോലെ ജീവിപ്പിക്കുന്നത്. പിതാവ് മരിച്ചവരെ ഉയർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. അതിനാരാകയിപ്പോ ആകയില്ല, പുത്രന്റെ കയ്യില. പുത്രൻ ആർക്ക് കൊടുത്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കണം, ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മരിച്ചവരെ ഉയർത്തി ഉണർത്തി ജീവിക്കുക. ഞാൻ നിങ്ങൾ ചുമ്മാ പ്രസംഗിയല്ല, ഞാൻ കാണിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത്
28-29 വായിച്ചോ. 5:28-29. ഇല്ലെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുലരുത്തുവാൻ. നിങ്ങൾ ഇതിൽ ആശയപ്പെട്ട കാര്യം ഞാനിപ്പോ ചിലരെ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ ഞാൻ ചില ലാസറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. യേശു അവരെ ഉണർത്തി ജീവിപ്പിച്ചു. 4 ദിവസമായി മരിച്ചിട്ട് ലാസറെ പുറത്തു വന്ന് ഉണർത്തി. ഹല്ലേലൂയ. മരിച്ചവൻ പുറത്തു വന്നു. കെട്ടടിപ്പിനും പോകട്ടെ പറഞ്ഞു. അവൻ പോയി എഴുന്നേൽക്കായെന്ന് പറഞ്ഞു. മരിച്ചവൻ കുമിഞ്ഞു പറഞ്ഞു. എഴുന്നേൽപ്പിച്ചു വന്നു. സ്വന്തം മരിച്ച അഞ്ചോമായി നൈനെന്ന പട്ടണത്തിലേക്ക് മസാലിലേക്ക് പോകുമ്പോ ആ അമ്മയോട് ചോദിച്ചു, എന്തേ നീ കരയുന്നു? വളരെ കരയാണ്. അവൾ വിധവയാണ്, ഏകമകൻ. പക്ഷേ ആ കാരണത്താൽ അങ്ങനെ അലറിക്കരഞ്ഞ സ്തോത്രം അമ്മയോട് പറഞ്ഞു, കരയേണ്ട. സ്തോത്രം. അവൾ അലറിക്കരയുമ്പോ യേശു അടുത്ത് മഞ്ചത്തിൽ തൊട്ടു. വചനം പറയുന്നു, ചുമക്കുന്നവർ നിന്നു, മരിച്ചവൻ എണീറ്റിരുന്നു. അവൻ ഇഷ്ടം തോന്നി. ഓ, ആ മോൻ കുറച്ച് നാളെ ജീവിക്കേണ്ടവനായിരുന്നു. ഈ അമ്മയ്ക്ക് ആശ്വാസമായിരിക്കേണ്ടവനായിരുന്നു. യേശുവിന് ആരോട് ഇഷ്ടം തോന്നുവോ അവനിൽ അത്ഭുതം ചെയ്യും. അവനെ ജീവിപ്പിക്കുക മാത്രമല്ല, അവനിൽ അത്ഭുതം ചെയ്യും. ഇതിനാ അവനെ അവന് പ്രസാദിക്കണം. നമ്മുടെ വഴിയുള്ളവന് പ്രസാദം തോന്നണം. ഒരു മനുഷ്യന്റെ വഴിയുള്ള ഇഷ്ടം തോന്നിയാൽ ശത്രുവിനെ ഇളക്കുന്ന സദൃശ്യമാക്കി തന്നെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ അങ്ങോട്ട് പോട്ടാ. ശ്രദ്ധിക്കണമേ ദൈവമേ, നമ്മെ സ്നേഹിക്കുന്നവരപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 38-39 എത്തുമ്പോ അവിടെ യേശു പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. നോക്കണേ, പുനരുത്ഥാനത്തിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞവൻ ഇവിടെ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നു. നേരത്തെ വായിച്ചു യോഹന്നാൻ 7:38-39. എന്നെ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ നോക്കണം, അവൻ ഇഷ്ടമുള്ളവരെ പ്രാർത്ഥിച്ച് ജീവിപ്പിക്കുക മാത്രമല്ല, അവനൊരു ഊറാവ് വെളിപ്പെട്ടു വരും. ഒരാത്മാവിന്റെ ഒഴുക്ക് വെളിപ്പെടും. ഞാൻ പലപ്പോഴും എന്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. കൂട്ടമായി യൂത്ത് കോളേജിനകത്തും പുറത്തും യൂത്ത് ക്യാമ്പുകളിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് എന്തെന്നറിയാത്ത, കൃപാവരം എന്തെന്നറിയാത്ത, അന്യഭാഷ എന്തെന്നറിയാത്ത ഇവർ അവിടെ കടന്നുപോകും. അവർക്കായി പ്രേരണായി നിൽക്കുന്ന സമയം അഭിഷേകം അറിയുകയും ചലിക്കുന്ന കൂട്ടത്തോടെ അവർ വിടുതൽ പ്രാപിക്കുന്ന കണ്ടിട്ടുണ്ട്. കൂട്ടത്തോടെ അഭിഷേകം പ്രാപിക്കുന്ന കണ്ടിട്ടുണ്ട്. കൂട്ടമായ ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? അതിനാണ് കാരണം ഞാൻ വന്നത് ചെയ്യും. നമ്മളെ ഏൽപ്പിച്ച വളരെ പ്രസംഗമാണ്. കാരണം അവന്റെ നാമം നമ്മൾ ഇടുമ്പോ പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. നിങ്ങളിലേക്ക് പോകും ഈ മനുഷ്യന് കൈവശത്തെ സംഭവിക്കരുത്. ഞാൻ കൈവശമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ എന്റെ പിന്നിലുണ്ട്. എന്നെ വിളിച്ച് പ്രസംഗിപ്പാൻ, നിങ്ങളെ പഠിപ്പിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വിളിച്ചു വേദിച്ചു നിർത്തിയവരാളുണ്ട്. ആ ആളിന്റെ കൈ നിങ്ങളെ വരും. അതിനാണ് അപ്പോസ്തലർ 30-39 വായിച്ചോ. അവിടെ കാണാൻ കഴിയും, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിനാലേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകിയാലും ഞങ്ങൾ പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു. കേട്ടോ, ഒരു ഭാഗത്ത് പ്രശ്നം ഇരിക്കട്ടെ സഹോദര, ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ നിന്നെ വേട്ടയാടെന്ന് പറയട്ടെ, ഒരു ഭാഗത്ത് നിരനാല പോലെ നിന്റെ ദൈവമൈതലേ ഇതിനെ വെല്ലുവിളിച്ചു നിൽക്കട്ടെ. പക്ഷെ അതിന്റെ മണ്ണിൽ നിനക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ നിന്നിൽ വെളിപ്പെട്ട് നിന്നെ ഉയർത്താന്ന് പറഞ്ഞ യേശു, നിന്നെ വിളിച്ച യേശു, നിന്റെ അധരങ്ങളിലൂടെ നീ ചലിക്കുമ്പോ, നീ നല്ലത് ഉപദേശിക്കുമ്പോ, നീ ക്രിസ്തുവിനെ തെളിയിപ്പാൻ നിൽക്കുമ്പോ അവൻ വന്നിട്ട് പറയും, അതെ അത് ഞാനാ നിനക്ക് വേണ്ടി ക്രൂശ് മരിച്ചത്, ഞാൻ നിന്നെ സൗഖ്യമാക്കാം, എന്റെ അടിപ്പെടാതെ സൗഖ്യം നീ പറഞ്ഞില്ലേ, അത് ഞാൻ തന്നെയാണ്. യേശുവിന് കഴിയും, അതേ മക്കളെ ഞാൻ ഒരു നാളും കരുണയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവർ നിന്റെ മേൽ കരുണയ്ക്കും. ഇതിനാണ് നീ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇതിനാണ് ദൈവം നീ അന്തരം തുറക്കണമെന്ന് പറയുന്നത്. ഇതിനാണ് നീ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്. ഇതിനാണ് നീ പരിശുദ്ധാഭിഷേകം പ്രാപിക്കണമെന്ന് പറയുന്നത്. എന്തിനാണ്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടുപോയിട്ട് കാര്യമില്ല. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുഭവിക്കാൻ കഴിയണം. ഇതിനകത്ത് വന്ന് നീ തന്നെ കേട്ടു, ഒരുപക്ഷെ സൗഖ്യം പ്രാപിച്ച് പുറത്തുപോയി. സന്തോഷത്തോടെ ജീവിക്കണ്ടേ, സമാധാനത്തോടെ ജീവിക്കണ്ടേ, പ്രത്യാശയോടെ ജീവിതം ഓരോ നാളും കഴിക്കണ്ടേ. അത് കഴിയണമെങ്കിൽ നിനക്ക്
നിനക്ക് ഉറച്ചു നിൽക്കുന്ന ഒരു ജീവിതം വേണം, നിനക്കൊരു പ്രാർത്ഥനാ ജീവിതം വേണം, യേശുവുമായി ഒരു ബന്ധം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം വായിച്ചു യോഹന്നാൻ 7:38-39. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. എന്ന് വിളിച്ചു പറഞ്ഞു, ഇത് തന്നിൽ വിശ്വസിക്കുന്ന, യേശു എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന, യേശു എന്റെ പാപത്തിന് പരിഹാരം എന്ന് വിശ്വസിക്കുന്ന, യേശു എന്നെ ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ള ലോകത്തിൽ കൊണ്ടുപോയി അവൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം കല്ലറയിട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ഈ ഭൂമിയിൽ സഞ്ചരിച്ച 40ാമത്തെ നാളിൽ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളായിട്ട് സ്വർഗ്ഗാരോഹണ യേശുവിനെ ഈ പോകുന്നതായിട്ടുള്ളതുപോലെ വീണ്ടും വരുമെന്ന് ദൂതന്മാർ ആർത്തുപാടിയ ഈ യേശുവിൽ ആര് വിശ്വസിക്കുമോ അവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അവൻ സമാധാനവും സൗഖ്യം മാത്രമല്ല പ്രാപിക്കും, പിന്നെയോ അവന്റെ പുനരുത്ഥാനത്താൽ ജീവിക്കും. ഇതിനാണ് നാം യേശുവിനെ നമ്മുടെ ശരീരത്തിൽ ധരിച്ചത്. ഇതിനാണ് യേശുവിനെ ചൂടടയാളം നാം പ്രാപിപ്പാൻ, യേശുവോടൊപ്പം മരിക്കുവാൻ ആ കാലത്തോളം ജീവിച്ചില്ല. പക്ഷേ വിശ്വാസത്താൽ ഈ കാലഘട്ടത്തിൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവ് രക്ഷകരമായി സ്വീകരിച്ച് അവനെ ഹല്ലേലൂയ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടൊപ്പം കുഴിച്ചിടപ്പെട്ടത്. റോമർ 6:4 വായിച്ചു. റോമർ 6:4. റോമർ ലേഖനം 6:4. സ്നാനത്താൽ അവനോടൊപ്പം കുഴിച്ചു. മരിച്ചാളിനെ ആരും ഭൂമിയിൽ എല്ലാവരും കുഴിച്ചിട്ടേ പറ്റുള്ളൂ. പാപത്തിൽ മരിച്ച വ്യക്തി അങ്ങനെ തന്നോട് കേട്ടാൽ നാട്ടിൽ പിടിക്കും, വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ചില പറയുക ഞാൻ ഏറ്റവും എല്ലാം ഉപേക്ഷിച്ചു, പക്ഷെ വീണ്ടും അത് വീണ്ടും പോയി. വീണ്ടും അത് തന്നെ ആയിപ്പോയി. കാരണം ഏറ്റവും അത് ഉപേക്ഷിച്ചിട്ട് കർത്താവ് മരിച്ച് നിന്റെ മുമ്പിൽ കർത്താവിനെ കൊണ്ടുവന്ന പിന്നെ നിനക്ക് പാപത്തിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നത് ക്രിസ്തു യേശുവിനെ പോലെ ശിക്ഷാവിധിയില്ല, ഓരോരുത്തരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിനവർക്ക് ഏതുകൊണ്ട് റോമർ 6:4 എടുത്തോ, ബൈബിൾ എടുത്തോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ ഇന്നത്തെ പരിപാടി കള്ളം പറയുന്നതും സ്വന്തം കൊള്ളരാത്തതും അതൊക്കെ കാണുമ്പോൾ ചിരിച്ചു കൂട്ടിനൊക്കെ വിട്ടേച്ചില്ല. അവിടെ സത്യം പറയണം, അവിടെ സത്യം പറയണം. അങ്ങനെ എല്ലാം തെറ്റാണ്, സത്യം എന്ന് പറയുവാൻ കഴിയണം. അതാണ് ജീവിതം. എങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ചവൻ നിങ്ങളെയും ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 Corinthians 15 1 Corinthians 15 വായിച്ചു, 20 വായിച്ചു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ മരിക്കുന്നത് പോലെ ക്രിസ്തു എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്തെ ആദ്യഫലം ക്രിസ്തു. ശ്രദ്ധിച്ചേക്കണേ, ആദ്യഫലം ക്രിസ്തു. ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തില്ല, അവന്റെ വരവിൽ പിന്നെ അവസാനം. അപ്പൊ അവസാനം വരുന്നത് ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരം പ്രാപിച്ച് അവിടെ ഇരിക്കണം. ഇതാണ് 1 Thessalonians 4:14-15-16. ഇവിടെ വായിച്ചോ. 1 Thessalonians ലേഖനം 4:15-16. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ ക്രിസ്തുവിൽ
ഈ കൊച്ചു മക്കളോട് ചോദിക്കുക, എടാ അപ്പ എവിടെടാ? അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ പോയി ഒരു കുഞ്ഞിനോട് ചോദിച്ചു, അപ്പ എവിടെയാണ്? അപ്പ അങ്ങ് പോയി. എഴുതി രൂപ എന്റെ അപ്പ എവിടെ പോയി? അപ്പ അങ്ങ് പോയി. അടുത്ത് പറയുന്നത്, ഈ അമ്മ പറഞ്ഞേച്ചതാ, എത്ര നാളോട് ചോദിക്കുക അപ്പ കാണാൻ. അവിടെ കുരുന്ന് ഹൃദയത്തിൽ അവന്റെ അപ്പനെ അമ്മ എവിടെയോ പറഞ്ഞയച്ചു. മനസ്സിലാവുമ്പോ രാജ്യസേവനത്തിന് അതിഥി കാക്കുന്ന ഒരു അപ്പന്റെ കുഞ്ഞു പറഞ്ഞ അമ്മയുടെ അപ്പന്റെ കുഞ്ഞു പറഞ്ഞതാ, അമ്മ അപ്പ എവിടെയോ പറഞ്ഞയച്ചു. ഈ അമ്മയെ അവന്റെ അപ്പനെ ഈ ലോകത്തിലെ അവന്റെ അമ്മ എവിടെയോ പറഞ്ഞയച്ചു. കുടുംബത്തെ ഭോജ്യപ്പെടുത്തുവാൻ, രാജ്യസേവനിപ്പാൻ, പണം ഉണ്ടാക്കുവാൻ. നഷ്ടപ്പെട്ടു പോയാൽ കുറച്ച് പണം കൂടുതൽ കിട്ടും, എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ പറയാം, ഹല്ലേലൂയ, അവരുടെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ ഒക്കെ സന്തോഷിക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ പറയും, ഇതെല്ലാം താൽക്കാലികം. ആ കുഞ്ഞ് കാത്തിരിക്കുകയാണ്, അപ്പ എവിടെ പോയി? എപ്പോ വരും? എപ്പോ വരും? ഇതുവരെയാ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസി കാത്തിരിക്കുന്നത്, എന്റെ അപ്പ എപ്പോ വരും? ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല, അവനെ അപ്പായെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചോദിക്കാൻ കുറെ കാലമായി പറയുന്നുണ്ട്, ക്രിസ്തു വരുമെന്ന്. എപ്പോ വരും? എപ്പോ വരും? എന്റെ അപ്പ എപ്പോ വരും? அப்பா ഞാൻ என்ன செய்ய வேண்டும்? அப்பா ഞാൻ என்ன செய்ய வேண்டும்? ആരോടും உன் வேலை செய்வது காசு உமக்காக இருப்பது வாஞ்சை. உன் வேலை செய்வது காசு உன் வாஞ்சை. உன் சித்தமென்னலாம் என் உயிர்கள் உயிர்கள் உயிரா. அப்பா நான் என்ன செய்ய வேண்டும்? 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 ഓരോ ദിവസവും ഓരോ നിമിഷവും ആ പിഞ്ചു കുഞ്ഞ് അറിയാതെ പോയി ചോദിക്കുകയാണ്, എന്റെ അപ്പ എപ്പോ വരുമമ്മ? ഓരോ പ്രശ്നങ്ങളിൽ രൂക്ഷമാകുമ്പോ, ഈ ലോകത്തിന്റെ നിലവാര വിശ്വാസം ജീവിതത്തെ അനുകരിക്കുമ്പോ, ചിലർ അറിയാതെ പറയണ, കർത്താവേ നീ വന്നെന്നെ എടുത്തു പറഞ്ഞു. ശരിയല്ല, ഒരു ഞരക്കമല്ല. ഇതാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ നഗ്നനായിട്ടല്ല ഉടുപ്പുണ്ടെങ്കിലും ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോ എന്റെ പ്രിയന്റെ അടുക്കൽ ചെല്ലുവാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞെ, ഈ ഞരക്കം നല്ലതാണ്. ഓരോ സമയവും നമ്മുടെ ജീവിതം നോക്കി അതിന് പൗലോസ് പറഞ്ഞ അക്ഷരം മറുപടിയുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് ഈ സമയം നിങ്ങളെ പരീക്ഷിക്കുകയും. 1 Corinthians 15:52-57 വരെ പെട്ടെന്ന് വായിച്ചു. 1 Corinthians ലേഖനം 15-ാം അധ്യായം 52-57 വരെ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിങ്കൽ കണ്ണിരിക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നമ്മുടെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നേ, നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതിനാ സ്ഥാനപ്പെട്ടത്, അതിനാ യേശുവിനെ ധരിച്ചത്, അതിനവന്റെ മരണത്തിൽ പങ്കാളിയെ തീർന്നത്. അവിടെ ഭയപ്പെട്ട കാര്യമില്ലെന്നേ.
അതിനാ ഒരുങ്ങുന്നത് ഒരു നിമിഷവും. ആ വിശ്വാസം ഏറ്റവും വലിയ പ്രത്യാശ. ആത്മാവാകുന്ന യേശു വരും, അവൻ എന്നെ ചേർക്കും, ഞാൻ അവനോടൊപ്പം വാഴും. ഹല്ലേലൂയ. പുത്രനാം യേശുവിൽ നടത്തും. ഹല്ലേലൂയ. ഈ കാലത്തെ കഷ്ടങ്ങളൊക്കെ മാറ്റും. ഹല്ലേലൂയ. വായിച്ചോണ്ടില്ല. കാലം ധരിക്കും, ആ മരിച്ച അക്ഷയരായി ഉയർത്തും. ആര് മരിച്ച? ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദേവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് ആവർത്തിത്തെയും ധരിക്കുമ്പോ മരണം നീങ്ങി ചെയ്യാൻ വന്നിരിക്കും. നമ്മുടെ ആത്മമനോഹരമായി ചേർന്നിരിക്കുക, മുഖാമുഖം കാണാം. ഹല്ലേലൂയ. അവിടെ രാത്രി പകലും. എവിടെയാണ് രാത്രി പകലും? അവിടെ കുഞ്ഞാനുള്ള മുഖശോഭ, തേജസ് എപ്പോഴും പ്രകാശിക്കുന്നുണ്ട്. സൂര്യന്റെയും ചന്ദ്രനും ആവശ്യമില്ല. മരണം നീങ്ങി ചെയ്യാൻ വന്നിരിക്കുന്നു. അത് ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ആ മരണത്തിന് കാരണമാകുന്നത് പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നിർത്തിക്കൊള്ളണമേ. ഹല്ലേലൂയ. മരണത്തിന് കാരണമായത് പാപം. അതുകൊണ്ട് ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും ഒരുവൻ പാപശം, എല്ലാവരും പാപികളായി തലമുറകളെല്ലാം ക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി പച്ച പരിമള കുരിശിൽ ആ കാര്യപാടികളാൽ അവൻ തകർക്കപ്പെട്ടത്. ഏലോഹി ഏലോഹി ലമാ ശബതാൻ ഉറക്കെ വിളിച്ചത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് ഉറക്കെ വിളിച്ചത്, എനിക്ക് ഭാവിക്കുന്നത് പറഞ്ഞത്, എനിക്ക് നിവർത്തി ഹാരി തിരുവെഴുത്തിന് നിവർത്തിയാകുമെന്നും അവൻ നിവർത്തിയായെന്ന് പറഞ്ഞത് തലചായ്ച്ചു പ്രാണൻ വിട്ടു എന്നാണ് നാം ആ ഭാവം വായിക്കുന്നത്. ശ്രദ്ധിക്കണമേ ദൈവമേ, യേശു എന്തിനെ കഷ്ടം അനുഭവിച്ചു? പാപത്തിന്റെയും ശാപത്തിന്റെയും അകൃത്യത്തിന്റെയും ഭാരഭേദമുള്ള മനുഷ്യരാശിയെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ സ്വന്തം പുത്രനായ യേശുവിനെ പിതാവായ ദൈവം കാൽവരിയിൽ തളർത്തു. ഹല്ലേലൂയ. ആ സ്ഥാനത്ത് പുത്രന്റെ സ്ഥാനത്ത് ഉയർത്തി അവിടെ അവന്റെ രാജ്യം നിർത്തുന്ന ആഗ്രഹം ഉണ്ടായി ദൈവത്തിന്. ആ ആഗ്രഹമാണ് പുത്രനോട് നിവർത്തിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിതാവേ എന്റെ ശത്രുക്കൾ എന്റെ വലതുഭാഗമാകുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഓ പിതാവേ, നിന്റെ ശത്രുക്കൾ നിന്റെ പാദമെത്തുവോളം, നിന്റെ അടുക്കൽ വന്ന് നീ എന്തിനാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്കണം, എന്നോട് കൂടെ ഇരിക്കണം. ഇതിനാ സംഗീതക്കാരൻ പറഞ്ഞത്, നീ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ ഏറെ കുലുങ്ങി പോകയില്ല. ഹല്ലേലൂയ. ഇതിനാ സംഗീതം പറഞ്ഞത്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്ത വഴി നടത്തുമെന്ന്. 48-ാം സംഗീതം ലാസ്റ്റ് വാക്യം അങ്ങനെ കാണുന്നത്. ഹല്ലേലൂയ. ദൈവമൈത്രിയെ ജീവിതത്തിൽ ഭാരങ്ങളേറുമ്പോ, ജീവിതത്തിൽ വേദനകളേറുമ്പോ, നിരാശകളേറുമ്പോ നീ പറയും, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഇല്ല കുഞ്ഞേ, ഇല്ല. നീ നിനക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ടാണ് നിങ്ങളിൽ ആരെ ഭാവം ഉണ്ടാകണം? ക്രിസ്തു യേശു ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു സകലരെയും ഓർത്തിട്ട് തന്നെ മുമ്പിൽ ഓട്ടം തികച്ചു. അതുകൊണ്ടാണ് പൗലോസ്, ഞാൻ പലപ്പോഴും പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിക്കായി വെച്ചിരിക്കുന്നു. യേശു ഒരിക്കൽ മുൾക്കിടം ചൂടി കടന്നുപോയി പൊൻകിടാരിയായി വരും. അതുകൊണ്ട് ചോദിക്കട്ടെ, ഹേ മരണമേ, നിന്റെ വിശ്വമവിടെ? നിന്റെ ജയമവിടെ? പാപത്തിന്റെ ശമ്പളം മരണം, അതിന് ശക്തി കണ്ടു ന്യായപ്രമാണം. അതിനെ യേശു പറഞ്ഞത്, അവൻ നടിച്ചു, ഇടിച്ചു, ഇരുപക്ഷത്തെ ഒന്നാക്കി. ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ആർക്കും ഈ ലോകത്തിൽ മതത്തിന്റെയും ഭാരതീയ സ്തോത്രം അതേ മറ്റ് ഏതൊക്കെ അവകാശങ്ങൾ പറഞ്ഞ് മാറ്റി ലോകം നിർത്തിയാലും അതിന്റെ നടുവിൽ ഒരു മനുഷ്യൻ പറയാണ്, എനിക്ക് ഹല്ലേലൂയ നിത്യത വേണം, എനിക്ക് സന്തോഷം അനുഭവിക്കണം, സമാധാനം വേണം. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ
ഒരു സ്വതം വേദി സംഘ കുഞ്ഞിന് ക്യാൻസറാണ്. അപ്പൻ ആത്മാവൊക്കെ ചെയ്യുന്ന ഒരു മാന്ത്രികനാണ്. ഈ മനുഷ്യരുടെ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ മനുഷ്യനെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്ന് മുതൽ ചില നാളുകൾ ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. ഞാൻ മറ്റൊന്നും മനുഷ്യർ പറഞ്ഞില്ലേ, ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണം. ഈ മനുഷ്യനെ പ്രാർത്ഥിക്കുന്ന ദിവസം 3 ദിവസമാണ്, 3 ദിനങ്ങൾ. ശ്രദ്ധിക്കുന്ന നല്ല അനുഭവമാണ്. ഞാൻ പോയി 3 ദിവസം വെള്ളം കുടിക്കാതെ ഈ മനുഷ്യന് വേണ്ടി ആഹാരം കഴിക്കാതെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയും. ഈ മനുഷ്യൻ ആ 3ാമത്തെ ദിനമെത്തുമ്പോൾ പകൽ താൻ തന്റെ കുഞ്ഞിനെ കുറിച്ച് ക്യാൻസറിനെതിരായി, തന്റെ ഭാര്യയെ കുറിച്ച് വീടിന് രോഗത്തിനെതിരായി താൻ യേശുവിനെ കണ്ടു. പിന്നെ ഒരിക്കലും താൻ ചെയ്ത പാരമ്പര്യം തീരുന്നില്ല. ഇതിനാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു പറയുന്നത്. ഇതിനാണ് ക്രിസ്തു സ്വഭാവം ഉണ്ടാകുന്നത് പറയുന്നത്. വേദനിക്കുമ്പോൾ വേദനിക്കുന്നവരോട് കൂടെ ചേർന്ന് നിൽക്കുക, അവരിക്കുമ്പോ മാറോടാക്കുക. യേശു അതാ ചെയ്തത്. സമാധാനത്തെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാൻ യേശുവിനോട്. യേശുവിനെ നമുക്ക് സൗഖ്യമാകാം. സമയം അല്പം താമസിച്ചു പോയി. അടുത്ത ആൾ വരെയാണ് അവൻ കഴിഞ്ഞു പോയി. ഓഹോ, അത് ശരി, അവൻ ജീവിച്ചിരിക്കുന്നു. നീ ഭാരപ്പെടണം, അവൻ ജീവിച്ചിരിക്കുന്നു. ഓ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന വാർത്തയോടുകൂടി നാട്ടിലേക്ക് പോവുകയാണ്. ആ യാത്രാമധ്യേ ആ ഭവനത്തിൽ ആ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മരിച്ചു എന്ന് കണ്ട് മനസ്സിലാക്കി വന്ന ഈ അപ്പൻ നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. അതുപോലെ അത് സ്വന്തം ഇന്നലെ രാത്രി 7 മണിക്ക്. ഓഹോ, ആ സമയത്താണ് യേശു പറഞ്ഞത്, വേദനിക്കാതെ ഭാരപ്പെടാതെ അവൻ ജീവിച്ചിരിക്കുന്നു. യേശു ആ ശരീരത്തിനടുത്ത് പോയില്ല, മരിച്ച ശരീരത്തിനടുത്ത് പോയില്ല. യേശു എത്രയോ കിലോമീറ്റർ അകലെയാണ്. ശ്രദ്ധിച്ചേക്കണം. അവൻ പറഞ്ഞ വാർത്ത എന്റെ ഭാഷ പറഞ്ഞാൽ അന്തരീക്ഷം ആ കുഞ്ഞിന്റെ ശരീരത്തിന് പുറത്തുകൊടുത്തി ജീവിക്കാൻ. അതായത് പുത്രൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. അത് മനസ്സിലായത് നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ഗൾഫിൽ സൗഖ്യമാകുന്നത്. എത്രയോ കിലോമീറ്റർ യേശു ഒരു വാക്ക് അവൻ ജീവിച്ചിരിക്കുന്നു, ജീവിച്ചു. അതാണ് നിങ്ങൾ അവിശ്വാസമുള്ളവരല്ല, വിശ്വാസമുള്ളവരായിരിക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇങ്ങനെ പലപ്പോഴും യേശു പറഞ്ഞ് ഉറപ്പിക്കുന്ന കാണാൻ കഴിയും. അവിശ്വാസം വന്നുപോയോ, ഭയപ്പെടേണ്ട. വിശ്വാസം കർത്താവേ, എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ, എന്നോട് വിശ്വാസം ഉറപ്പിക്കണമേ. ഞാൻ വിശ്വസിക്കുന്ന പിതാവേ, നിനക്ക് സകലം ചെയ്യാൻ കഴിയും. മാർക്കോസ് 16:15 നിങ്ങൾക്ക് ഈ യേശുവിനെ കുറിച്ച് തെളിയിക്കണമെങ്കിൽ, നിങ്ങളുടെ ഇന്ന് യേശു അത്ഭുതം ചെയ്യണമെങ്കിൽ ഈ ഒറ്റ ഈ 2 വാക്യങ്ങൾ വളരെ വ്യക്തമായി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് ഈ യേശുവിൽ അത്ഭുതം കാണാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുന്ന് മറ്റുള്ളവർ സൗഖ്യമാക്കുന്ന യേശുവിനെ കാണുവാൻ കഴിയും. ഇത് രണ്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. എടുത്തോ, വായിച്ചോ. മാർക്കോസ് 16:15. അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ വിശ്വസിക്കാത്തവരൊന്നും ശിക്ഷയോടുകൂടിയാണ് പെട്ടെന്ന് പോകുന്നു. നിമിഷം കൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ നിൽക്കുവാൻ കഴിയുകയില്ല. അവരവരുടെ ജീവിതത്തെ തകർത്ത് കളയുകയാണ്. അവർ പറയാതെ മനസ്സിലാക്കാൻ ആരുള്ളത് ഒന്നിനും പുറകെ ഓടുകയാണ്. പലരും ജീവിതത്തെ ഒടുക്കിക്കളയുകയാണ്. ജീവിതം നശിപ്പിക്കുകയാണ്. എന്താ ഞാൻ കാണാറിയാമോ? അവർക്കകത്ത് യേശുവിനെ അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യേശു നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകണം. വിശ്വസിക്കുന്നവരാൽ എന്താ നടക്കും? അവർ എന്താ നടക്കും? വിശ്വസിക്കുന്നവരാൽ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഇതാണ് നിങ്ങൾ കേൾക്കും. നിങ്ങൾ അന്യഭാഷയെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നു, ബൈബിൾ പുതുഭാഷയിൽ സംസാരിക്കും. അവരുടെ ആത്മാവിന് പുതുഭാഷ. എന്തിനാണ് ഈ പുതുഭാഷയിൽ സംസാരിക്കുന്നത്? എന്തിനാണ് അന്യഭാഷ പറയുന്നത്? അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നു, മനുഷ്യരെ തിരിച്ചറിയുന്നില്ല. ഇതുകൊണ്ട് മാത്രമല്ല, 2 രഹസ്യമുണ്ട്. യെശയ്യാ 28:11 വായിച്ചു. അതെ, അവർ പറയുന്ന അന്യഭാഷയാലും ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത.
അടുത്ത പറയാണ് ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുക്കും. സ്വസ്ഥത കൊടുപ്പി. അപ്പൊ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ ഈ നിരാശ വിളിച്ച് നിങ്ങൾ വല്ലാണ്ട് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈ സമയം കർത്താവേ, ഞാൻ പറയുന്ന ഒരു പദമുണ്ട് എപ്പോഴും, ഇപ്പോഴും പറയണം, ആവർത്തിക്കാൻ ക്ഷമിച്ചോണം കേട്ടോ. അറിയില്ല, കാരണം കർത്താവ് ജീവിതം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കില്ല, പരക്കം തന്നുകൂടി കാട്ടിയോടാണ് എന്ന് പറഞ്ഞ അല്പസമയം മൗനമായിരുന്നു ഹൃദയത്തിന്റെ ആഴത്തിൽ യേശുവിനെ സ്തുതിച്ചതിന് ശേഷം ആ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാന്നിധ്യം നിങ്ങൾ അറിയാതെ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ അഭിഷേകത്തിൽ ആരാധിക്കും. ചില അന്യഭാഷ പറയുകയും ഈ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആമയും പറയുമ്പോൾ വായിച്ച് നിങ്ങളുടെ മനോവസനവും ഭാരവും പോലെ നിങ്ങൾ വിഷണ്ണ മനസ്സോടെ വാടിയ മുഖത്തോടെ ജീവിക്കണം തോന്നിയിട്ട് നിങ്ങൾ ഇരുന്നത് പ്രാർത്ഥിക്കുക. പക്ഷെ ജയിച്ചു വരുമ്പോ പ്രത്യാശ ജയിച്ചു വരും. അതുകൊണ്ടാണ് പ്രത്യാശ സ്വീകാരം മുറുകെ പിടിച്ചുള്ളത്. എന്തോ ഈ പ്രത്യാശയുടെ സ്വീകാരം രക്ഷിക്കപ്പെടാൻ കാരണമായ രക്തത്തിന്റെ ശക്തി. എന്താ സ്വീകാരം? യേശുവിനെ മരിച്ചവരെ നിവേർപ്പിച്ച അഭിഷേകം അവരെ തന്നവൻ, യേശുവിനെ മരിച്ചവരെ നിവേർപ്പിച്ചവൻ ആത്മാവ് നിങ്ങളിൽ വസിക്കുമെങ്കിൽ നിങ്ങളെയും അവനോട് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. ആ വാക്ക് പിടിച്ചു പറയണം. ഞാൻ അതേ കർത്താവിനെ അനുസരിച്ചവനാ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ സ്നാനപ്പെട്ടവനാ, എന്നെയും കർത്താവിനോട് ഉയർപ്പിക്കും. ആ വിശ്വാസികാരം ഉയർപ്പിക്കണം. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളുടെ എത്രയാണ് വിശ്വസിക്കുന്ന ആൾക്കാരെ നിറയ്ക്കും. അതെന്തെയും പുതുഭാഷകളിൽ സംസാരിക്കും. അടുത്തതായിരുന്നത് സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അടുത്ത് മരണകരമായ എന്തൊന്ന് കുടിച്ചാലും ഹാനിയും വരികയില്ല. അടുത്ത് ഇത്രയായി കഴിയുമ്പോൾ ഈ വിധത്തിന്റെ ജീവിതം മാറി കഴിയുമ്പോ നിന്റെ കൈ രോഗിയുടെ പുറത്ത് വെച്ചാൽ യേശു വന്ന് കൈവയ്ക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഉറങ്ങിയല്ലോ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങിയില്ല. യേശു ആരാണ്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്തവൻ നാം വിശ്വസിച്ച ദൈവത്തിന്റെ മുമ്പിൽ അവൻ നമുക്കെല്ലാവർക്കും കണ്ടോ. ഹല്ലേലൂയ. നമ്മളെ അപ്പനാകേണ്ടത് തന്നെ ഭൗതികമായ പിതാവും മാതാവും ഒക്കെ നമുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ഉച്ചരിക്കുകയാണ്. ആരൊക്കെ കൈവിട്ടാലും ഈ അപ്പ നമ്മളെ കൈവിടത്തില്ല. ഈ യേശു എന്ന അപ്പം നമ്മളെ കൈവിടത്തില്ല. യേശു എന്ന അപ്പം നമ്മളെ കൈവിടത്തില്ല. എനിക്കെന്തോ വീണ്ടും പറയാൻ പരിശുദ്ധമാണ് പറയുകയാണ്. യേശു എന്ന അപ്പം ഒരിക്കലും കൈവിടത്തില്ല. ആരൊക്കെ മാറിപ്പോയാലും കഴിഞ്ഞ വിഷയങ്ങൾ ഏകദേശം 10-65 വയസ്സ് മുകളിൽ പ്രായമുള്ള ഒരു അമ്മ എന്നെ കാണുവാനും പ്രാർത്ഥിപ്പാനും വെച്ചു വന്നു. അമ്മ പറഞ്ഞ വാക്ക് ഞാൻ കൂടെ ഓർക്കാറുണ്ട്. എന്റെ ആരോഗ്യമുള്ളപ്പോ എന്റെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം എന്നെ വേണമായിരുന്നു. ഇപ്പോൾ എന്റെ ശരീരം ക്ഷയിച്ചു സാറേ, ആർക്കും എന്നെ വേണ്ട. അമ്മ പറഞ്ഞിട്ട് 65 വയസ്സ് മുകളിലുള്ള അമ്മ പൊട്ടി കരയുക. വയസ്സായവരെ ശുശ്രൂഷിക്കുന്ന മക്കൾക്കും മരുമക്കൾക്കും ഒന്നും വയ്യാത്ത കാലത്തിലെത്തി. അതുകൊണ്ടല്ലേ വൃത്തസമയങ്ങൾ കൂടിയത്. അമ്മയപ്പന്മാരെ കൈപിടിച്ച് കെട്ടി ഷോപ്പിങ്ങിന് വന്ന് പറഞ്ഞവരെ കൊണ്ടിട്ടുണ്ട്. തിരിക്കുമ്പോഴാ മക്കളെ വിളിക്കും പോലെ വിളിക്കും. എന്റെ ഭാര്യയുടെ സമയം ഒരു വൃത്തസമയമുണ്ട്. അവിടെ കൂടെ കൂട്ടങ്ങളി കേൾക്കാമെന്ന കഴിഞ്ഞ നിമിഷം പോയപ്പോ പറഞ്ഞത്. എന്താണ് വിളിക്കാൻ കാരണം? അയ്യോ സാറേ, അവരെ കൊണ്ടുവരുന്നത് വേറെന്തെങ്കിലും കൊണ്ടുപോയി സന്തോഷിപ്പിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. അവരെ കൊണ്ട് വണ്ടിയിൽ നിന്ന് വലിച്ചിറങ്ങിയിട്ട് അവരെ നൊന്ത് വെച്ച മക്കൾ, ആ അമ്മയെ ഒരു കരുണയില്ലാതെ ആ മക്കൾ മരുമക്കൾ വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ സ്നേഹം? ഇതാണോ സ്നേഹം? ഇതാണോ സ്നേഹം? ഇതിനെയാണ് യേശയ്യാവ് ചോദിച്ചത്, യേശയ്യാവ് പ്രവചിച്ചത്. യേശയ്യാവ് 49:15 ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കർമ്മമായിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞൊരു ഭാഗമുണ്ട്, കുഞ്ഞെ നീ ജനിച്ചതുപോലെ
ഇത്തിരി നീളവും കണ്ണുള്ള ആളായിട്ട് പുറത്തുള്ള ആളല്ല. അറിയാതെ പറഞ്ഞു വേണം ഇപ്പോഴൊക്കെ ക്ഷമിച്ചോ. ഹല്ലേലൂയ. നിന്റെ കൈ വളരുന്നോ, കാല് വളരുന്നോ, ഉറുമ്പ് കടിച്ചോ, നീ വളരുന്നുണ്ടോ, നിനക്ക് ജീവനുള്ളതൊക്കെ തട്ടി നോക്കി, അതാത് സമയം നിന്നെ അമ്മിന്റെ പാലൊക്കെ തന്ന് ആരാട്ടുപാടി ഉറക്കി, നീ കരയുമ്പോൾ അവർ കൂടെ കരഞ്ഞ്, നീ ഒന്ന് കാല് ക്ഷീണിച്ചു പോയാൽ നിന്റെ മുഖത്തെ മാറി മാറി നോക്കി സ്നേഹ ചുംബനങ്ങൾ കൊണ്ട് പോയി നിന്നെ വളർത്തി വലുതാക്കി. ഹല്ലേലൂയ. ആ അമ്മയപ്പനെ മറക്കരുത്. അവൻ അന്ന് നിന്നെ താലോലിച്ച് കരങ്ങളെടുത്ത് നിന്നെ ഉമ്മ വെച്ച് അവനെ പോറ്റിപ്പുരത്ത് വളർത്തി. അവൻ ബലഹീനാകുമ്പോൾ നീ അവരെ വളർത്തേണ്ടത്, നീ അവനെ പോറ്റി പുലർത്തേണ്ടത്, നീ സംരക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അത് കേട്ടുന്ന ഒരു മനുഷ്യൻ ഹല്ലേലൂയ തന്റെ വാഹനത്തിൽ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, സാറോട് എനിക്ക് അല്പസമയം പേഴ്സണായി സംസാരിക്കാൻ സമയം തരുമോ? ഞാൻ മനുഷ്യനുമായിട്ട് അല്പസമയം സംസാരിച്ചു. ആ മനുഷ്യർ ക്രൈസ്തവരല്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞതാണ്, സാർ, യേശു എന്ന ഗുരു അത് ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ആരും അത് ചെയ്യുന്ന കാണുന്നില്ല. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? യേശു അത് ചെയ്തു. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ആ മനുഷ്യരോട് പറഞ്ഞ വാക്കാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യേശു ആയപ്പെടുന്നതാണ്. യേശു ജന്മം നൽകി അമ്മയെ കൈമാറി കടന്നുപോയെങ്കിൽ ആ ജന്മത്തോട് കടപ്പാടുണ്ടെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി വന്നവർ. എന്റെ ഭാഷയിൽ പറയും, ഇന്ന് ഗർഭപാത്രം വാടക വീട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാൻ ഇതുപോലെ ഒരു വാടക ഗർഭപാത്രം കടമെടുത്ത് ഓമന പുത്രനായ കുമാരനായ ഭാവി രക്ഷകനായ ആത്മമനോഹരനായ ക്രിസ്തു കൃപ നിറഞ്ഞവളെ നിനക്ക് വന്നതാണെന്ന് പറഞ്ഞു മറിയയുടെ ഉദരത്തിൽ വന്ന് വചനം ജഡമെടുത്തവൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്നവൻ യോഹന്നാൻ 1:1-7 വായിക്കുന്ന കാണാൻ കഴിയും. ദൈവമായതിനെ ജഡമെടുത്തു വന്നവൻ അവസാന സമയം ലോകത്തിന്റെ മാനരാജന് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, സർവ്വലോകത്തിന്റെ പാപത്തിന്റെ ആയുധത്തിന് ശാപത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുമ്പോഴും തനിക്ക് വേണ്ടി തന്നെ 9 മാസം അവയെ വലിച്ച ആ ഉദരത്തെ ആ ശരീരത്തിൽ നോക്കിയിട്ട് ഏൽപ്പിച്ചു. മറക്കല്ലേ എന്ന് മാത്രമേ ഈ പറഞ്ഞ പറയുന്നുള്ളൂ. അമ്മയപ്പന്മാരെ മറക്കരുത്, അമ്മയപ്പന്മാരെ മറക്കരുത്. മരുഭൂവാനിവത്തിൽ ഞാൻ അവയാർത്തി കരങ്ങളിൽ ചേലാമില്ല കുളിപ്പാനായി അടുത്തെങ്ങും താഴെയില്ല വസിപ്പാനായി അവളെ മോഹം മാറരുതേ മാറരുതേ മുഖം മാറരുതേ തള്ളരുതേ തള്ളരുതേ ആമേൻ മാറരുതേ മുഖം മാറരുതേ തള്ളരുതേ ഈ ലോകത്തിൽ ആരൊക്കെ കളിക്കാനാലും കൈവിടത്തിൽ നിന്ന് പറഞ്ഞവൻ എല്ലാവരും കൈവിടപ്പെട്ടവൻ, അവരെല്ലാം സഹിച്ചവൻ. നീ മഷിയെ ഗ്രഹിക്കുക, നിന്നെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക ലോകം ആർത്ത് വിളിച്ചപ്പോ മിണ്ടാതിരുന്നവൻ. കുഞ്ഞാടുകളുടെ മുമ്പിൽ രോമം കത്തിക്കുന്ന കുഞ്ഞാടുകളെ പോലെ വായി തുറക്കാതെ നിയമങ്ങളുടെ മുമ്പിൽ നിന്നവൻ. 4 കോടതികളിൽ 5 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ നിങ്ങൾ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുന്ന ചോദിച്ച് യേശു ചോദിക്കുമ്പോൾ ആർക്ക് യേശുവിന്റെ കുറ്റത്തെ യേശുവിന്റെ പാപത്തെ ചൂണ്ടിപ്പാടിപ്പാൻ ഒരു വ്യക്തിക്കും കഴിഞ്ഞില്ല. ദൈവപൈതലേ, അതുകൊണ്ട് പിലാത്തോസ് ചോദിച്ചു, നിങ്ങളുടെ യേശുവിനെ ഇവിടുന്ന് രക്ഷിക്കുക, ബറബ്ബാസിനെ പകരം ക്രൂശിപ്പാണ്ടാകാം. അവർ ആർത്തിച്ചു, ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. അതെ, നമ്മുടെ ആത്മമനോവാളനും ക്രിസ്തുവായ യേശുവിനെ അവർ ക്രൂശിച്ചു. അവർ ചിന്തിച്ചു, ഇതുവരെ അവസാനിച്ചു, കല്ലറ കൊണ്ട് തീരുമെന്ന് ചിന്തിച്ചു.
മൂന്നാം ദിവസം കല്ലറയിട്ട് പുറത്തു വന്ന് പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ നിങ്ങൾക്ക് മുമ്പ് ഗലീലയിലേക്ക് പോയി, നിങ്ങൾ അവിടെ അവനെ കാണും. ലൂക്കോസ് 24:24. ലൂക്കോസ് 24 ഹല്ലേലൂയ 19:20. ഇവിടെ എല്ലാം യേശു ശിഷ്യന്മാരോട് നടന്ന് കൂടെ ഇരുന്ന് തിരുവചനങ്ങളെ തെളിയിക്കുന്നത് കാണുവാൻ കഴിയും. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ആ യേശു ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയും ശരിയായ നിലകളിൽ യേശുവിന്റെ പൈതലായി, പ്രിയ മകനായി, മകളായി ജീവിപ്പാൻ അവന്റെ കരങ്ങളിൽ ജീവിതത്തെ കൈമാറാതെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി കൊടുക്കുമെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ ലോകത്തിൽ വരാൻ കഴിയാത്ത, ലോകത്തിൽ എടുക്കാൻ കഴിയാത്ത ഒരു ദിവ്യമായ സമാധാനത്തിന്റെ ഉടമയായി മാറും. നിങ്ങളുടെ ആത്മാവ് നിത്യശാന്തി പ്രാപിക്കും. നിങ്ങളുടെ അകത്തെ ശക്തിയോടെ ബലപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ കണ്ടത് യോഹന്നാൻ 7:38-39 എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികളൊഴുകും. നിങ്ങൾ യേശുവിനായി ഹൃദയം കൊടുത്ത് യേശുവിനെ ജീവിതത്തിൽ അപ്പനായി, കർത്താവായി ഏറ്റുകൊണ്ട് അവന്റെ മകനായി, മകളായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ശ്രേഷ്ഠകരമായ പദവിയിലെത്താം. അയ്യോ, എനിക്കെങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ച് ആരും ഭാരപ്പെടേണ്ടതില്ല. രക്ഷാ സൗജന്യമാണ്. റോമാലേഖനം 10:8-9 പറയുന്ന വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചോ. എന്താണ് രക്ഷിക്കപ്പെടാനുള്ള മാർഗം എന്നോട് പറയുന്നുണ്ട്. ഓ ഹല്ലേലൂയ, വേഗത്തിൽ വായിച്ചോ. വചനം നിനക്ക് സമീപമാന്റെ വായിലും ഹൃദയത്തിൽ ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന രക്ഷാവചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി രക്ഷിക്കപ്പെടുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവൻ, അവരിൽ വിശ്വസിക്കുന്നവൻ ഒരു വ്യക്തിയും ലജ്ജിച്ച പോലെയല്ല. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത പൊള്ളാകുന്ന സാക്ഷിയാക്കി മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം തന്നെ വേഗത്തിൽ ശത്രുവിനെ കാറ്റിലാക്കി നിങ്ങൾക്ക് ജയം തരുവാൻ മതിയായവൻ. അവൻ മാറാത്ത ദൈവം, മാറ്റമില്ലാത്ത ദൈവം. അതുകൊണ്ടാണ് ചോദിച്ചത്, ഹേ മരണമേ നിന്റെ ചെയ്യണമേ, ഹേ മരണമേ നിന്റെ വിശ്വങ്ങളെ. ഹല്ലേലൂയ. ചോദിക്കുക മാത്രമല്ല, ആ വിഷയങ്ങളെ തകർത്ത് ജയം തന്നു ഇന്നും ജീവിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട്. ഒരപ്പൻ നമുക്കുണ്ട്, ഒരപ്പൻ നമുക്കുണ്ട്. ഒരു നാളും കൈവരുത്തില്ല ഉപേക്ഷിച്ചെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം 11 പിന്നെയും പോകാം. യോഹന്നാൻ 8:11. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റൊരു ശരീരം ജീവിപ്പിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം ഒന്ന് പ്രകാശമായി മാറണം. ഇതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനം 1-ാം അതിന്റെ 19 വായിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച അവന്റെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്തെ എല്ലാ വാഴ്ചയും അധികാരത്തിനും, എല്ലാ വാഴ്ചയ്ക്കും, എല്ലാ അധികാരത്തിനും, എല്ലാ കർത്തൃത്വത്തിനും, ശക്തിക്കും, ഈ ലോകത്തിലും മാത്രമല്ല ഹലോ, ഈ ലോകത്തിൽ മാത്രമല്ല നമ്മൾ സ്വീകരിച്ചു വരുന്ന യേശുവിന്റെ അധികാരം ഈ ലോകത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ രാജാക്കന്മാരും ഇവിടുത്തെ അധികാരങ്ങളുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുവാൻ നിയമം വെച്ച നിയമങ്ങളുണ്ട്. ഡോക്ടർ അംബേദ്കറുടെ വീരപ്പുറത് അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. അതിനെ തിരുത്തിയെഴുതി അടുത്ത വന്ന സർക്കാർ അടുത്ത വരുന്നവർ ഇനിയും തിരുത്തിയെഴുതട്ടെ, മാറ്റമില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെ തിരുത്തിയാലും ഈ ആകാശത്തിന് കീഴിലേ പറ്റത്തുള്ളൂ. പക്ഷെ മുകളിൽ അധികാരമുള്ള ഒരുവനുണ്ട്. അവനെയാണ് അപ്പ എന്ന് വിളിക്കുന്നത്. അവന്റെ രാജ്യത്തിൽ കൊണ്ടുപോയി ഇരുത്തുവാൻ
ആ രാജ്യത്തിന് സമാധാനം തരുവാൻ ഞാൻ എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു. ലോകത്തല്ലവരെല്ലാം ഒളിപ്പിച്ച് പിതാവിന്റെ വലതുഭാഗം തിരുത്തുന്നവൻ, ഹല്ലേലൂയ, അവനെ കുറിച്ച് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാൻ ലോകത്തിലും അത് ആ സർവവും യേശുവിനെ കാക്കിലാക്കി അവനെ സർവത്തിനും അധികാരമാക്കി. യേശു ആര്? ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും അധികാരമുള്ളവൻ. ഇവിടത്തെ ഈ മൂക്കിശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴുകി അവനെ എന്ത് വിലമതിപ്പാനുള്ളത് യേശു കാര്യം അറിയാമോ? അവൻ ഇവിടെ ജീവിക്കുന്നു, അവന്റെ ശ്വാസം പോകുന്നു, അവൻ പറഞ്ഞു പോയി, പിന്നെ ആരും ഓർക്കാറില്ല. വല്ലപ്പോഴും പിള്ളേരൊക്കെ ഈ ഓരോ വർഷം കഴിയും, ഇന്ന് ആരും മരിച്ചിരിക്കുന്ന വർഷമായി, ഇങ്ങനെ മരിച്ചിരിക്കുന്ന ആളല്ല യേശു. പിന്നെയോ അവൻ മരണത്തെയും പാതാളത്തെയും തകർത്തുകൊണ്ട് ജീവിക്കുന്നവരുടെ യേശു. അതുകൊണ്ട് അവൻ മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ ആകെയുണ്ട്, എന്റെ കയ്യിലുണ്ട്. വെളിപ്പാട് പുസ്തകം 1-18 വാക്യം. വെളിപ്പാട് പുസ്തകം 1-18 വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുണ്ട്. അപ്പൊ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും. ഹല്ലേലൂയ. പാതാളത്തിന്റെ അധികാരമുണ്ട്, ഈ ലോകത്തിന്റെ അധികാരമുണ്ട്, മുകളിലുണ്ട്. ഇതിനാണ് പൗലോസ് ഞാൻ 3 സംഘടിക്കപ്പെട്ടത്. ചരിത്രത്തിൽ ഞാൻ അറിയുന്നില്ല, ഒരു മനുഷ്യൻ ഞാൻ അറിയുന്നു ഹല്ലേലൂയ എന്ന് പറയുവാൻ കാരണമായി തീർന്നത്. ദൈവവേദനെ ആ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്, എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്, എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ഈ ദൈവത്തോട് പറയാൻ, കർത്താവേ എന്നെ ആ നിത്യത വെളിപ്പാടായി ഒരുക്കണമേ, എന്റെ ഹൃദയദൃഷ്ടി കൊണ്ട് പ്രകാശിപ്പിക്കണമേ, എനിക്ക് ആ രാജ്യം തരണമേ. ആ ഉറപ്പ് പ്രാപിക്കാതെ ആരും ഈ ലോകത്തിൽ ജീവിക്കരുത്. ഈ ലോകത്തിൽ ഹാലലിയ ബാങ്കിക്കൊണ്ട് പണമിട്ട് ഭയങ്കര ഉറപ്പാണ്, വയസ്സാകുമ്പോ പലിശയോടെ തിരിച്ചിട്ടും. അതെ, ഹാലലി ഈ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒന്നുമില്ലെങ്കിലും സ്തോത്രം, ഹാലി വരാവുന്ന ലോകത്തിൽ പുഴു തെരുവുകളില്ലാത്ത രാജ്യത്തിൽ നിന്ന് ചിലരിഞ്ഞോട്ട് വരാനുണ്ട്. ആ അപ്പനെ സ്തുതിക്കുന്ന നല്ല മക്കൾ അത് പ്രാപിക്കും. കണ്ടേക്കാം, എഴുന്നേൽക്കാം. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമെന്ന് പഠിപ്പിച്ച ഹാലലൂയ കർത്താവ്. കാണുന്നത് താൽക്കാലിക വരെ, കാണാത്തത് നിത്യം. കാണുന്നത് താൽക്കാലിക വരെ, കാണാത്തത് നിത്യം. ഓ, കാണുന്നത് താൽക്കാലിക വരെ, കാണാത്തത് നിത്യം. ഹല്ലേലൂയ. ആ രാജ്യത്തിൽ ചിലത് പ്രാപിപ്പാൻ, ആ രാജ്യത്തിൽ ചിലത് പ്രാപിപ്പാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ.